പാവറട്ടിയുടെ ഹൃദയമിടിപ്പുകളിലൊന്നായി സുദീർഘവും കർമ്മനിരതവുമായ 5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള പകരം വയ്ക്കാനാകാത്ത ഒരു പ്രസ്ഥാനം മർച്ചന്റ്സ് അസോസിയേഷൻ പാവറട്ടി. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ ഗതകാല ചരിത്രങ്ങളിലെ തിളക്കമേറിയ അധ്യായങ്ങളിൽ പലതിലും ഈ മഹാപ്രസ്ഥാനത്തിന്റെ നിസ്തുലമായ സംഭാവനകൾ മായ്ക്കാനാവാത്ത വിധം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാലം. ഇന്നാട്ടിലെ വാണിജ്യ വ്യാപാര രംഗങ്ങളിലെ സർവരെയും ഒറ്റക്കുടക്കീഴിൽ അണിനിരത്താൻ അഹോരാത്രം അധ്വാനിച്ച നിസ്വാർത്ഥരായ നേതാക്കൾ. അവർക്ക് പുറകിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ കർമ്മോത്സുകരായി അണിനിരന്ന അംഗങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പകിട്ടോ പ്രശസ്തിയോ സംഘടനയ്ക്ക് ഇല്ലാതിരുന്നൊരു കാലത്ത് പ്രതിസന്ധികളെ സമചിത്തതയോടെ നേരിട്ട് ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് തുടരുകയാണ് ഈ ദൃശ്യയാനം. ആദരണീയരായ CP പോളിന്റെയും മത്തായി ചേട്ടന്റെയും കൃഷ്ണേട്ടന്റെയും ഒക്കെ മനസ്സിൽ പാവറട്ടിയിലെ വ്യാപാരി വ്യവസായികൾക്കായി സുസംഘടിതമായ ഒരു സംഘടന എന്ന ആശയം രൂപപ്പെട്ടത് ഇന്നോർക്കുമ്പോൾ ഒരു ചരിത്ര നിയോഗം തന്നെയായിരുന്നു. വെറുമൊരു ഗ്രാമപ്രദേശം എന്നതിനപ്പുറം ഒരു ചെറുപട്ടണമെന്ന വികസിത ലേബലിലേക്ക് പാവറട്ടി മാറിയത് നാടിന്റെ ചലനാത്മകതയുടെ പര്യായമായ ഈ മഹാപ്രസ്ഥാനത്തിനൊപ്പം നടന്നതുകൊണ്ടുകൂടിയാണ്. പ്രായലിംഗ ഭേദമന്യേ ഇന്ന് 300-ലധികം സജീവ അംഗങ്ങളുമായി പാവറട്ടിയിൽ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. സുസജ്ജമായ സംഘടനാ സംവിധാനത്തിന്റെ കൃത്യതയാർന്ന ഉപപ്രവർത്തന ഘടകങ്ങളായി പ്രസ്ഥാനത്തിന്റെ സേവന പാതയിൽ നിരന്തരം സജീവമാണ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും. '2008 കാലഘട്ടത്തിലാണ് പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷനെ സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം സാക്ഷാത്കരിക്കപ്പെട്ടത്. വ്യാപാര ഭവൻ എന്ന ആ വലിയൊരു സ്വപ്ന സാഫല്യം നിരവധി പ്രതിസന്ധികൾക്കിടയിൽ അന്ന് സംഭവിച്ചത് ഇന്നോർക്കുമ്പോൾ ഏറെ അഭിമാനകരമാണ്. ശ്രീ NL ജേക്കബിന്റെ മഹനീയ അധ്യക്ഷതയിൽ അന്നത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ T നസ്രുദ്ദീനാണ് വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തത്. ബഹുവിധ കർമ്മ പദ്ധതികളുമായി സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴും അംഗങ്ങളുടെ ആശുപത്രി ചെലവുകൾക്കായി ധനസഹായം, മരണാനന്തരം അംഗങ്ങളുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയുടെ ധനസഹായം, അംഗങ്ങളുടെ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് പ്രത്യേക ധനസഹായം എന്നിവയൊരുക്കിക്കൊണ്ട് തങ്ങളുടെ ഓരോ അംഗങ്ങളെയും ഏറെ കരുതലോടെ ചേർത്തു നിർത്തുന്നു. ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു വളരാം, നാടിന്റെ നന്മയ്ക്ക് എന്ന മഹത്തായ സന്ദേശം അന്വർത്ഥമാക്കി നാടിന്റെ സ്പന്ദനമായുള്ള മർച്ചന്റ്സ് അസോസിയേഷന്റെ വിജയപ്രയാണം ഊർജ്ജസ്വലമാണ് എക്കാലത്തും. കേരള വ്യാപാര വ്യവസായ രംഗത്തെ ശക്തിയേറിയ സാന്നിധ്യമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട സംഘടനാ സംവിധാനമാണ് പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റേത്. അതുകൊണ്ട് തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സേവന സൗകര്യങ്ങളും പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കും ലഭ്യമാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭദ്രം പദ്ധതി. അംഗങ്ങളുടെ മരണം മൂലം അവരുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസമേകുന്ന സാമ്പത്തിക സുരക്ഷാ പദ്ധതിയാണ് ഭദ്രം പദ്ധതി. അംഗങ്ങളുടെ മരണാനന്തരം ആശ്രിതർക്ക് 10 ലക്ഷം രൂപ ലഭിക്കുന്ന ഈ പദ്ധതിക്കായി മാസം തോറും 1000 രൂപയാണ് അംഗങ്ങൾ മാറ്റിവെക്കേണ്ടത്. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷനിൽ നിന്ന് മാത്രമായി ഏകദേശം 500ഓളം അംഗങ്ങൾ നിലവിൽ ഈ സാമ്പത്തിക സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണ്. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലെ ഉടമകൾക്ക് പുറമെ തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന ഭദ്രം പ്ലസ് പദ്ധതിയും വർത്തമാനകാലത്ത് ഏറെ ശ്രദ്ധേയമാണ്. 5 ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിലൂടെ മരണപ്പെട്ട വ്യക്തിയുടെ ആശ്രിതർക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ സംരംഭകരെയും അവരുടെ തൊഴിലാളികളെയും
സംരക്ഷിക്കുന്ന കർമ്മ പദ്ധതികളുമായി സജീവമാണ് പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ. പാവറട്ടിയുടെ മുഖമുദ്രയാണ് മതസൗഹാർദ്ദം. ജാതിമത ഭേദമില്ലാതെ എല്ലാ ആഘോഷങ്ങളും ഇവിടെ സമുചിതമായി ആഘോഷിക്കപ്പെടുന്നു. മതാനുഷ്ഠാനം എന്നതിനപ്പുറം ജാതിമത ഭേദമില്ലാതെ പാരസ്പര്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതീകമായി വർഷം തോറും സമൂഹ നോമ്പുതുറ പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ നടത്തിവരുന്നു. അതാത് കാലങ്ങളിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഇൻചാർജായി ചുമതല ഏറ്റെടുക്കാറുള്ള പോലീസ് അധികാരികളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടാറുള്ള സമൂഹ നോമ്പുതുറയിൽ ഭരണാധികാരികളും വിവിധ രാഷ്ട്രീയ മത നേതാക്കളും നാനാ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുമായി എത്താറുണ്ട് എന്നത് സംഘടനയുടെ സദുദ്ദേശപരമായ ഏകോപനത്തിനുള്ള അംഗീകാരം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണവും മർച്ചന്റ്സ് അസോസിയേഷൻ സാഘോഷം സംഘടിപ്പിച്ചു വരുന്നു. ഓണം കഴിഞ്ഞ് 3-ാം നാളാണ് പതിവായി സംഘടനയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കാറുള്ളത്. സർവാഭരണ വിഭൂഷിതനായ മാവേലി തമ്പുരാനുമൊത്ത് പാവറട്ടി സെന്റർ ചുറ്റിയുള്ള പ്രൗഢഗംഭീരമായ ഘോഷയാത്ര വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെ ഒത്തൊരുമയുടെയും സ്നേഹ സൗഹൃദങ്ങളുടെയും പ്രതിഫലനം കൂടിയാണ്. ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണമായ പൂക്കളം ഒരുക്കുന്നതിനോടൊപ്പം തിരുവാതിരക്കളി, വഞ്ചിപ്പാട്ട് എന്നിങ്ങനെയുള്ള തനത് കലാപ്രകടനങ്ങളും വടംവലി ഉൾപ്പെടെയുള്ള കായിക പ്രകടനങ്ങളും കൂടിയാകുമ്പോൾ ഓരോ വർഷത്തെ ഓണാഘോഷങ്ങളും വലിയ ആവേശവും അളവറ്റ സന്തോഷവും ഒത്തുചേരുന്ന സംഗമവേദികളായി മാറുന്നു. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ തങ്ങളുടെ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്ത് നിർത്താൻ സദാ ജാഗരൂകരാണ് എന്നും എപ്പോഴും. അംഗങ്ങളുടെ മരണാനന്തരം 50,000 രൂപ ധനസഹായമായി നൽകി വരുന്നത് ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ആദ്യം 5,000 രൂപയായിരുന്നത് പിന്നീട് വർദ്ധിപ്പിച്ച് 50,000 രൂപയായി നിശ്ചയിക്കുകയായിരുന്നു. മരണം മൂലം അംഗങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക അനിശ്ചിതത്വത്തിന് ചെറിയ തോതിലെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ ഇതിലൂടെ കഴിയുന്നു എന്നത് സമാശ്വാസകരമായ ഒരു നേട്ടം തന്നെയാണ് സംഘടനയ്ക്ക്. മധ്യകേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിന് സജീവമാണ് മർച്ചന്റ്സ് അസോസിയേഷൻ. 1995 മുതൽ നാളിതുവരെ തിരുനാളിന്റെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് തിരുനാൾ ദിനങ്ങളിൽ പാവറട്ടിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കാറുള്ള ബഹുനില പന്തൽ ജാതിമത ഭേദമന്യേ പാവറട്ടിയിലെ വ്യാപാരികളുടെ ഐക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകം കൂടിയാണ്. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തോടൊപ്പം ആകർഷകമായ ഈ ബഹുനില പന്തൽ കാണാനും ആസ്വദിക്കാനും നിരവധി പേരാണ് തിരുനാൾ ദിനങ്ങളിൽ പാവറട്ടിയുടെ ഹൃദയഭാഗത്ത് തടിച്ചുകൂടാറുള്ളത്. തങ്ങളാൽ കഴിയും വിധം തിരുനാളിന്റെ ഭാഗമാകുവാൻ വ്യാപാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ശ്രമങ്ങളെ എന്നും ഇരു കൈയും നീട്ടിയാണ് പാവറട്ടിക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടെ പന്തൽ സഹായ നിധി നടത്തിയാണ് ഇതിനുള്ള പണം വ്യാപാരികൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷങ്ങളിലും യാതൊരു മുടക്കവും കൂടാതെ വ്യാപാരികളുടെ ഈ വൈദ്യുത ദീപാലങ്കാര തിരുനാൾ പന്തൽ പുണ്യതീരത്തിന്റെ വലിയൊരു അഴകായി മാറുന്നു. സ്വന്തം അംഗങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷയും ഒരുക്കുന്നതിൽ പരമാവധി ശ്രദ്ധ പുലർത്തുന്ന പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ നാടിന്റെ കാര്യത്തിലും അതേ മനോഭാവം വെച്ചു പുലർത്തുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാവറട്ടിയെ നിരന്തരം നിരീക്ഷിക്കുന്ന ഡിജിറ്റൽ ക്യാമറ കണ്ണുകൾ. ഏകദേശം 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡിജിറ്റൽ ക്യാമറകൾ പാവറട്ടിയിൽ പലയിടങ്ങളിലായി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കൾച്ചറൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2022 ഏപ്രിലിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ വെച്ച് ശ്രീ TN പ്രതാപൻ MP ആണ് ഈ ചരിത്ര ഉദ്യമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആദരണീയനായ റവന്യൂ മന്ത്രി K രാജന്റെ പ്രത്യേക അഭിനന്ദനത്തിന് അർഹമായ ഈ പ്രൊജക്ട് കേരളത്തിൽ തന്നെ മർച്ചന്റ്സ് അസോസിയേഷന്റെ പാവറട്ടി യൂണിറ്റിനെ ശ്രദ്ധേയമാക്കി. ജില്ലാ പോലീസ് അധികാരികളുടേതടക്കം മുക്തകണ്ഠ പ്രശംസ സമ്മാനിക്കപ്പെട്ട ഈ ഉദ്യമത്തിലൂടെ വെളിവാക്കപ്പെട്ടത് ജന്മനാടിനോടുള്ള അസോസിയേഷന്റെ സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്.
പ്രായഭേദമന്യേ അംഗങ്ങളെല്ലാവരും പരസ്പരം മനസ്സിലാക്കിയും സഹകരിച്ചും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പാവർട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ. സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അതത് കാലഘട്ടങ്ങളിൽ സംഘടനയിൽ സജീവമായിരുന്ന പുതുതലമുറകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. യൂത്ത് വിംഗ് എന്ന ലേബലിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളോടെ എന്നും അവർ സജീവമായിരുന്നു. അത്തരത്തിൽ മില്ലിനിയത്തിന്റെ തുടക്കത്തിൽ അന്നത്തെ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനോപകാരപ്രദമായ സംവിധാനമാണ് മൊബൈൽ ഫ്രീസർ. ഈ ജനോപകാരപ്രദമായ സംവിധാനം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാവർട്ടിയിൽ നടപ്പിലാക്കിയതോടെ ഇത്തരമൊരു സേവനത്തിനായി അടുത്തുള്ള പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയ്ക്ക് അറുതി വന്നു. അന്നത്തെ പാവർട്ടി യൂണിറ്റിന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റും ജില്ലാ യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റും കൂടിയായ ശ്രീ എ ജെ വർഗീസ് തന്നെയാണ് ഇന്നത്തെ പാവർട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നത് ഏറെ കൗതുകകരവും പ്രചോദനകരവുമാണ്. പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും എല്ലാ കാലത്തും വ്യാപാരി വ്യവസായി സമൂഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്വന്തമായി മൂലധനം കണ്ടെത്തി ഒരു സംരംഭം ആരംഭിക്കാനും അതിലൂടെ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാനും അവരെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താനും വ്യാപാരി സമൂഹം നിരന്തരം മുൻകൈയെടുക്കുന്നു. പക്ഷെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതിനാൽ പലപ്പോഴും പല തിക്താനുഭവങ്ങളും വ്യാപാരി വ്യവസായി സമൂഹത്തിന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. GST, ഇൻകം ടാക്സ്, വിവിധതരം ലൈസൻസുകൾ എന്നിങ്ങനെ വ്യാപാരികളുടെ സഹനശക്തി പരീക്ഷിക്കുന്ന നിരവധി സന്ദർഭങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും ആശ്രയ കേന്ദ്രമായി നിൽക്കാനും മർച്ചന്റ്സ് അസോസിയേഷന്റെ ഭാഗമെന്ന നിലയിൽ പാവർട്ടി യൂണിറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ ചാരിതാർത്ഥ്യം സമ്മാനിക്കുന്നു. ഓൺലൈൻ വ്യാപാരം മൂലം നാട്ടിലെ ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന വ്യാപാര പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പോരാട്ടങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കർമ്മരംഗങ്ങളിൽ മാത്രമല്ല, തങ്ങൾ ജീവിക്കുന്ന നാടിന്റെ പ്രശ്നങ്ങളിൽ സംഘടനയ്ക്ക് ബോധ്യമാകുന്ന വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാനും മർച്ചന്റ്സ് അസോസിയേഷനെ സാധിച്ചിട്ടുണ്ട്. റോഡുകളിലെ ശോചനീയാവസ്ഥ, പഞ്ചായത്തിന്റെ കരം വർദ്ധിപ്പിക്കുന്നതിലെ അപാകതകൾ, പ്ലാസ്റ്റിക് മൂലമുള്ള പ്രശ്നങ്ങൾ, ഹരിതകർമ്മസേനയുടെ പണപ്പിരിവ്, പാവർട്ടി പെരിങ്ങാട് പ്രദേശത്തെ റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിക്കുന്നതിനായുള്ള തെറ്റായ നടപടികൾ തുടങ്ങി വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നിരവധി പൊതുവിഷയങ്ങളിൽ പഞ്ചായത്തിന്റെയും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളുടെയും അപാകതകൾ ചൂണ്ടിക്കാട്ടാനും അതിനെതിരെ പ്രതികരിക്കാനും പാവർട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ എല്ലാ കാലത്തും മുൻപന്തിയിലുണ്ടായിരുന്നു. അമ്പത്തിയൊന്ന് വർഷങ്ങൾ പാവർട്ടി മർച്ചന്റ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ചെറിയ കാലയളവല്ല. എത്രയോ തലമുറകൾ ഇവിടെ ഈ പാവർട്ടിയിൽ നമ്മോടൊപ്പം പലതും കണ്ടും കേട്ടും വളർന്ന, പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിച്ച, അനീതികളോട് സമരസപ്പെടാതെ കഴിയും വിധം ചെറുത്തു നിൽക്കാൻ പഠിച്ച സജീവമായ സംഘടനാ പ്രവർത്തനത്തിന്റെ സുദീർഘമായ അരനൂറ്റാണ്ട് കൂടിയാണ്. കഴിഞ്ഞുപോയ ആ മൃദുഭേദങ്ങളിൽ നാം ഒന്നിച്ചുകൊണ്ട വെയിലും മഴയും തന്നെയാണ് ഈ പുതിയ കാലത്തും നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ഒന്നിച്ചു നിന്ന് നാടിന്റെയും നമ്മുടെയും സ്വപ്നങ്ങൾക്ക് സമാനതകളില്ലാത്ത സ്വപ്ന സാഫല്യങ്ങൾ ഇനിയും നമുക്ക് സമ്മാനിക്കാം. ഇവിടെ ഈ ത്വരിതഗതിയിൽ വളരുന്ന പാവർട്ടിയിൽ, നമ്മുടെ ജന്മനാട്ടിൽ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ വളർച്ചയ്ക്കൊപ്പം ഇനിയും എത്രയോ തലമുറകൾ ആവേശപൂർവം അണിചേരാനിരിക്കുന്നു. കാലം കാത്തിരിക്കുന്ന ആ സുവർണ അധ്യായങ്ങൾക്കായി പ്രാർത്ഥനകളും ശുഭപ്രതീക്ഷകളുമായി മർച്ചന്റ്സ് അസോസിയേഷൻ പാവർട്ടി.